Alhamdulillah, nahmadullaha wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا لا تتخذوا الذين اتخذوا دينكم هزوا ولعبا من الذين أوتوا الكتاب من قبلكم والكفار أولياء واتقوا الله إن كنتم مؤمنين. وإذا ناديتم إلى الصلاة اتخذوها هزوا ولعبا ذلك بأنهم قوم لا يعقلون. صدق الله العظيم. لا حول ولا قوة إلا بالله. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനുൽ ഇസ്ലാമിനോടുള്ള നമ്മുടെ നിലപാട് യഥാർത്ഥത്തിൽ എന്താണ് എന്ന പരിശോധന വളരെ പ്രസക്തമാണ്. ആ നിലപാട് നീതിപൂർണമാണോ, യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണോ എന്ന പരിശോധന. ഇസ്ലാമിന്റെ പ്രതിയോഗികൾ എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന മനഃശാസ്ത്ര യുദ്ധങ്ങളുടെ ഫലമായി സംശയങ്ങളിലും സന്ദേഹങ്ങളിലും നിന്നാണോ ഇസ്ലാമിനോടുള്ള നമ്മുടെ നിലപാട് പ്രായോഗിക മേഖലകളിൽ രൂപപ്പെടുന്നത് എന്ന വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സംശയങ്ങളുണ്ടാക്കുക, അപകർഷതയുണ്ടാക്കുക എന്നതാണ് ഇസ്ലാമിന്റെ പ്രതിയോഗികൾ ഇസ്ലാം സംബന്ധിച്ച അവരുടെ കുപ്രചരണങ്ങളിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ വക ആശയങ്ങളുടെ അധിനിവേശം കൊണ്ട് വിശ്വാസികളുടെ സമാജത്തിൽ പോലും അല്ലാഹുവിന്റെ ദീനിനെ
അതർഹിക്കുന്ന വിധത്തിൽ ഉൾക്കൊള്ളുന്ന ഗൗരവം നഷ്ടപ്പെടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. അല്ലാഹുവും റസൂലും അവരർഹിക്കുന്ന ബഹുമാനവും ആദരവും, അവരർഹിക്കുന്ന അനുസരണവും അനുധാവനവും നമ്മുടെ ജീവിതത്തിലൂടെ സംഭവിക്കുന്നുണ്ടോ എന്നത് വളരെ ചിന്തനീയമായ ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. ചരിത്രത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ധിക്കാരികളും നിഷേധികളും ഭൗതികന്മാരും പൂർവ്വവേദക്കാരും തങ്ങളുടെ ദീനിനോടനുവർത്തിച്ച നിലപാടുകളോട് നമ്മുടെ നിലപാടുകൾ സദൃശ്യപ്പെടുന്നുണ്ടോ എന്നതും വളരെ ഗൗരവത്തിൽ പരിശോധന അർഹിക്കുന്ന വിഷയമാണ്. വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിട്ടുണ്ട്. ഇന്നലകളുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾ വിശ്വാസികളാകണം എന്ന് ആവശ്യപ്പെടുന്നത്, കറകളഞ്ഞ വിശ്വാസികളാകണം എന്ന് ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എന്നെ പരിശോധിക്കാൻ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ ഓരോരുത്തരെയും പരിശോധിക്കാൻ, വിശ്വാസി സമാജത്തിന് ആത്മവിചിന്തനം നടത്താൻ, ദീനിനോടുള്ള നിലപാടിനെ സംബന്ധിച്ച വിശുദ്ധ ഖുർആനിലെ ചില ഭാഗങ്ങൾ മുമ്പിൽ വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ചുരുങ്ങിയത് 3 ഇടങ്ങളിലെങ്കിലും ഖുർആൻ ആവർത്തിച്ച് ഒരേ ശൈലിയിൽ ആവർത്തിച്ച ഒരാശയമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹുവിനെ അവർ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കുന്നില്ല. ശ്രദ്ധിക്കണം, അല്ലാഹുവിനെ അവർ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കുന്നില്ല. ഖുർആൻ ആവർത്തിച്ച് ഒരേ ശൈലിയിൽ പറഞ്ഞ ഒരാശയം, ഒമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അല്ലാഹു അർഹിക്കുന്ന ഒരു പരിഗണനയുണ്ട്. ആ പരിഗണന മതവിഭാഗങ്ങളൊന്നും വിശ്വാസികളൊന്നും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടരിൽ നിന്നുണ്ടാകുന്നില്ല എന്ന്. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, സൂറ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞു. അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കുന്നില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, തീർച്ചയായും അല്ലാഹു കരുത്തനാണ്, അവൻ പ്രതാപിയാണ്. കവിയും അസീസുമാണ് അല്ലാഹു. ആ അല്ലാഹുവിനെയാണ് അവർ വേണ്ട വിധം പരിഗണിക്കാത്തത്. അല്ലാഹുവിന്റെ ഖുവ്വത്തും അവന്റെ ഇസ്സത്തും, ഇത് രണ്ടും ഉള്ളിലുണരുന്ന ഒരു വിശ്വാസി, ആ വിചാരങ്ങൾ ഉണരുന്ന ഒരു വിശ്വാസി, അല്ലാഹു എന്ന ശബ്ദം കേൾക്കുന്ന പാടെ അവനൊരു വിറയലുണ്ടാകുമെന്ന് ഖുർആൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു വിറയലുണ്ടാകും. അൻഫാൽ സൂറത്തിലെ ആ സൂക്തമുണ്ടല്ലോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. യഥാർത്ഥത്തിൽ മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹു എന്ന് അനുസ്മരിപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളും. വജിലത് ഖുലൂബുഹും, അൽ വജ്ലു ഫിൽ ഖൽബ്, ഈ വിറ ഹൃദയത്തിൽ മനസ്സിലുണ്ടാകുന്ന വിറയാണ്. കഇസ്തിറാഖി അസ്സഅഫ എന്ന് മഹദിയായ ഉമ്മു ദർദ റളിയല്ലാഹു തആല അൻഹ വിശദീകരിച്ചു. ഓലമടൽ കരിയുന്ന പോലെ ഒരു വിറയലുണ്ടാകും വിശ്വാസിക്ക് അല്ലാഹു അല്ലാഹ് എന്ന ശബ്ദം കേൾക്കുമ്പോൾ.
3 സുഹൃത്തുക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇവർ സംസാരിച്ചു തുടങ്ങി. അത് പതുക്കെ പതുക്കെ പതിവ് പോലെ പരദൂഷണത്തിലേക്ക് പോയി. ഇല്ലാത്ത ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയും. അപ്പോഴാണ് പെട്ടെന്ന് അതിൽ ഒരാളെ ഓർമ്മിപ്പിച്ചത്, പടച്ചവന്റെ കൽപ്പനയുണ്ടല്ലോ, ഗീബത്ത് ഹറാമാണ്, ലാ യഗ്തബ്ബഅലുക്കും ബഅള. അല്ലാഹ് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടപാടെ ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അവരുടെ ഉള്ളിൽ ഓലമടൽ കരിയുന്ന പോലെ ഒരു വിറയൽ, ഒരു വല്ലാത്ത അനുഭവം അവരുടെ മനസ്സിൽ, ഒരു കോളിളക്കം ഉണ്ടാവുകയാണ്. എന്തിനാണോ മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ചത് ആ സംഭാഷണത്തിൽ നിന്ന് അവർ പിന്തിരിയുകയാണ്. ഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, പടച്ചവന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുന്നതോടുകൂടി അവരുടെ ഈമാനിന്റെ അളവങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വിശ്വാസിയുടെ അനുഭവം എന്ന് ഖുർആൻ പറയുന്നു. ഈ ഖുവ്വത്തും ഇസ്സത്തുമുള്ള കവിയും അസീസുമായ പടച്ചവൻ ഒമാ ഖദറുല്ലാഹ ഹഖ ഖദരി, പക്ഷെ എന്നിട്ടും അവർ പരിഗണിക്കേണ്ട വിധം അല്ലാഹനെ പരിഗണിക്കുന്നില്ല എന്ന്. സൂറ സുമർ, ഒമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ. ഗൗരവത്തിൽ വിശ്വാസികൾ മനസ്സിൽ കാണണം ഈ സംഭവം. അവരല്ലാഹുവിനെ അർഹിക്കും വിധം പരിഗണിക്കുന്നില്ല. ഏതല്ലാഹുവിനെ? വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, നിങ്ങളീ കാണുന്ന വിശാലമായ ഭൂമിയുണ്ടല്ലോ, ഈ ഭൂമി മുഴുവൻ യൗമുൽ ഖിയാമത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനത്തിൽ അല്ലാഹുവിന്റെ കൈപ്പിടിയിലൊതുങ്ങും. ഖുർആൻ, ഈ ഭൂമി മുഴുവൻ അല്ലാഹുവിന്റെ കൈപ്പിടിയിലൊതുങ്ങും. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, ആകാശങ്ങൾ, ഈ ആകാശങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ വലങ്കയിൽ ചുരുട്ടിപ്പിടിച്ചതുപോലെ, ചുരുട്ടിക്കൂട്ടിയതുപോലെ. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, നമ്മൾ ആലോചിച്ച് നോക്കൂ. ആകാശം ഇപ്പോഴും നമ്മുടെ പഠന വിഷയമാണ്. എത്ര ആകാശങ്ങളുണ്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പഠനവും മനനവും അന്വേഷണവും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ സങ്കീർണമായ സൃഷ്ടിയാണ് ആകാശം. ആ ആകാശമണ്ഡലങ്ങളെ മുഴുവൻ ബിയമീനിഹി, വലങ്കൈ കൊണ്ടൊരു 7 കടലാസ് ചുരുട്ടിപ്പിടിച്ചതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കയ്യിൽ ചുരുട്ടിക്കൂട്ടിയിടും. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രിക്കുൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അവനെക്കുറിച്ച് ഇവർ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പങ്കാളിത്ത സങ്കല്പങ്ങളിൽ നിന്നും എത്രയോ പരിശുദ്ധനാണ് പടച്ചവൻ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രിക്കുൻ. ഈ അല്ലാഹുവിനെ സംബന്ധിച്ച് വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അവർ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കുന്നില്ല. അവന്റെ കൽപ്പനകൾ, അവന്റെ നിയമങ്ങൾ, അവൻ പഠിപ്പിച്ച ജീവിതത്തിന്റെ രീതികൾ, ശൈലികൾ, സ്വഭാവങ്ങൾ, ഇതിലൊന്നും അവർ അല്ലാഹുവിനെ പരിഗണിക്കുന്നില്ലല്ലോ. സൂറത്തുൽ അൻആമിൽ വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി ആവർത്തിക്കുന്നു. ഇത് ഖാലൂ മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, അവർ പറയുന്നു പടച്ചവൻ പ്രത്യേകിച്ചൊന്നും ഇറക്കിയിട്ടില്ല, അവതരിപ്പിച്ചിട്ടില്ല. ഖുൽ മൻ അൻസലൽ കിതാബല്ലദീ ജാഅ ബിഹി മൂസ നൂറൻ വഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗമായി, അവർക്ക് വെളിച്ചമായി മൂസ കൊണ്ടുവന്ന, മൂസയിലൂടെ കിട്ടിയ ആ വേദമുണ്ടല്ലോ, അത് അവതരിപ്പിച്ചതാരാണ്? ആ വേദം തജഅലൂനഹു ഖറാത്തീസ തുബ്ദൂനഹാ വതുഖ്ഫൂന കസീറ. ശ്രദ്ധിക്കണം, വിശുദ്ധ ഖുർആൻ പൂർവ്വവേദക്കാരായ അല്ലാഹുവിന്റെ ദീനിനോട് അലസ സമീപനം സ്വീകരിച്ച, പടച്ചവൻ നിയോഗിച്ച പ്രവാചകന്മാരെ നിന്ദിച്ച മുൻകാല ജനതകളെ നോക്കി പറയുകയാണ്, ചോദിക്കണം അവരോട്, ആരാണ് ആ ഗ്രന്ഥം അവതരിപ്പിച്ചത്? തജഅലൂനഹു ഖറാത്തീസ, നിങ്ങളത് ഏടുകളിൽ സൂക്ഷിക്കുന്നുണ്ടല്ലോ, പുസ്തകരൂപത്തിൽ സൂക്ഷിക്കുന്നുണ്ടല്ലോ.
എഴുതി വെക്കുന്നുണ്ടല്ലോ, പഠിക്കുന്നുണ്ടല്ലോ, പാരായണം ചെയ്യുന്നുണ്ടല്ലോ ആ ഗ്രന്ഥം. തുബ്ദൂനഹാ വതുഖ്ഫൂന കസീറ. അതിന്റെ കുറച്ച് ഭാഗം നിങ്ങൾ വെളിപ്പെടുത്തും, കൂടുതൽ ഭാഗം ഒളിച്ചു വെക്കും. ഈ നിലപാട് സ്വീകരിച്ച ആ ഗ്രന്ഥമുണ്ടല്ലോ, ശ്രദ്ധിക്കണം നമ്മൾ. വിശ്വാസി സമാജങ്ങളുടെ അപജയത്തിന് അടിവരയിട്ടുകൊണ്ട് ഖുർആൻ പറയും, തുബ്ദൂനഹാ വതുഖ്ഫൂന കസീറ. ആ വേദങ്ങളിൽ വിപ്ലവകരമായ പലതുമുണ്ട്. ജീവിതത്തിന്റെ വമ്പിച്ച പരിവർത്തനത്തിന് സഹായകമായ സംഗതികളാണവ. എല്ലാ കാലഘട്ടത്തിലേക്കും അനുയോജ്യമായതാണവ. മൂല്യങ്ങളുണ്ടതിൽ, സ്വഭാവശൈലികളുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്യാസങ്ങളുടെ എല്ലാം വിമർശനമുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഭംഗിയായി മറച്ചൊളിച്ചു വെക്കുകയും എന്നാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കുഴപ്പമില്ലാത്ത ഭാഗങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണല്ലോ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. വഅല്ലിംതും മാ ലം തഅലമൂ അൻതും വലാ ആബാഉക്കും. നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിയാതിരുന്ന പലതും ഇതിലൂടെ അറിഞ്ഞല്ലോ, നേടിയല്ലോ. ആ ഗ്രന്ഥം അവതരിപ്പിച്ചതാരാണ് എന്നവരോട് ചോദിക്കുക. ഖുലില്ല, പറയുക നീ, അത് അല്ലാഹുവാകുന്നു. സുമ്മ ദർഹും ഫീ ഖൗലിഹിം യൽഅബൂൻ. ഇത്തരം വിദണ്ഡവാദങ്ങളിൽ അവരെ വിനോദിക്കാൻ വിട്ടേക്കൂ. ദർഹും, അവരെ ഉപേക്ഷിച്ചേക്കൂ. പക്ഷെ അവരോട് ചോദിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത് ഈ അല്ലാഹുവിനെ സംബന്ധിച്ചാണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അവര് വേണ്ട വിധം റബ്ബിനെ പരിഗണിച്ചില്ല എന്ന് ഖുർആൻ പറയും. ദീനിനോടുള്ള നിലപാട്. ഒരു മകന്റെ ചിത്രീകരണമുണ്ട് ഖുർആനിൽ, സൂറത്തുൽ അഹ്കാഫിൽ 17-ാമത്തെ സൂക്തം. മാതാപിതാക്കളോടുള്ള സമീപനം പറയുന്നിടത്ത് ഒരു മകനെ ഖുർആൻ ചിത്രീകരിക്കുന്നു. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലക്കും. ആ ദീനിനോടുള്ള നിലപാടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വല്ലദീ ഖാല ലിവാലിദൈഹി, അവൻ തന്റെ രക്ഷിതാക്കളോട് പറയുന്നു, ഉഫ്ഫിൽ ലക്കും, രണ്ടുപേർക്കും നാശം. എന്ത് വർത്തമാനമാണ് നിങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും നാശം. അത്തഇദാനിനി അൻ ഉഖ്റജ വഖദ് ഖലത്തുൽ ഖുറൂന മിൻ ഖബ്ലി. എനിക്ക് മുമ്പ് എത്രയോ ആളുകൾ കടന്നുപോയി, എത്രയോ ജനതകൾ ജനിച്ച് മരിച്ച് കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ പോയില്ലേ ഇന്നലകളിൽ? എന്നിട്ട് വീണ്ടും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ലോകവും ഒരു നാളും ഉണ്ടാകും എന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കുകയാണോ? വാഗ്ദത്തം ചെയ്യുകയാണോ? എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ആമിൻ. മകന്റെ ഈ നിഷേധം കേട്ട്, അവന്റെ ധിക്കാര സ്വരം കേട്ട്, ദീനിനോടുള്ള അവന്റെ പുച്ഛം കേട്ട് ഈ മാതാപിതാക്കൾ സഹായിക്കണമെന്ന മനസ്സോടുകൂടി റബ്ബിനോട് വിളിച്ചു തേടുന്നു. എന്നിട്ട് മകനോട് പറഞ്ഞു, വൈലക്ക ആമിൻ, മോനെ നിനക്ക് നാശം. ഇപ്പൊ തെരഞ്ഞെടുത്ത ഈ നിലപാടിലൂടെയാണ് നീ മുമ്പോട്ട് പോകുന്നതെങ്കിൽ നിനക്ക് നാശമാണല്ലോ. ആമിൻ, അതുകൊണ്ട് വിശ്വസിക്കൂ മോനെ എന്നാ മാതാപിതാക്കൾ പറയുന്നു. ഇന്ന വഅദല്ലാഹി ഹഖ്കുൻ, അല്ലാഹുവിന്റെ വാക്ക് സത്യമാണ്. ഫയഖൂലു, അപ്പോൾ മകൻ പറയും, മാ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ. മാ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ. ഉമ്മക്കുപ്പക്ക് എന്ത് ഭ്രാന്ത, ഇതൊക്കെ പണ്ടുകാലത്തെ പറഞ്ഞു വരുന്ന ചില പഴംപുരാണങ്ങൾ മാത്രമല്ലേ? അസാത്തീറുൽ അവ്വലീൻ, ഇതൊക്കെ ചില പഴഞ്ചൻ കാര്യങ്ങളല്ലേ? പണ്ടുകാലത്ത് ചിലർ പറഞ്ഞു വെച്ചുപോയ ചില ഗിരിപ്രഭാഷണങ്ങളല്ലേ? ഇതൊക്കെ ജീവിതവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? വയഖൂലു ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ ഉലൈക അല്ലദീന ഹഖ അലൈഹിമുൽ ഖൗൽ ഫീ ഉമമിൻ ഖദ് ഖലത മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നിലും മിൻസിലും പെട്ട ഒരുപാട് കടന്നുപോയ ജനസമൂഹങ്ങൾക്കൊക്കെ ബാധകമായ ശിക്ഷാവിധിയാണിത്. ശിക്ഷയുടെ വാക്ക് അവരുടെ മേൽ സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. ഇന്നഹും ഖാനൂ ഖാസിരീൻ, അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് ഖുർആൻ ഒരു മകനെ ചിത്രീകരിക്കും. ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ, ഇതൊക്കെ പഴംപുരാണം എന്ന് പറയുന്ന ആ മകൻ നമ്മുടെ മകൻ തന്നെയല്ലേ? അല്ലാതെ ഞാൻ തന്നെയല്ലേ? നിങ്ങൾ ഓരോരുത്തരുമല്ലേ എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. മാ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ എന്ന് ചിലപ്പോൾ പറഞ്ഞില്ല,
ആ ഭാഷ ഉപയോഗിച്ചില്ല, വാചകം പറഞ്ഞില്ല എന്ന് വരാം. പക്ഷെ ജീവിതത്തിലെടുക്കുന്ന നിലപാടുകൾ, ഓരോ പ്രായോഗിക മേഖലകളിലും എടുക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന ദീനിനോടുള്ള സമീപനം, ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാത്തിറുൽ അവ്വലീൻ. ഇപ്പൊ ഇതില്ലാതെ പറ്റോ? കാലം മാറിയില്ലേ? ഇനിയും നമ്മൾ ആ പഴയ മൂല്യങ്ങളിലും പാഠങ്ങളിലും തൂങ്ങി നടക്കാൻ കഴിയുമോ? സയൻസ് വളർന്നില്ലേ? ടെക്നോളജി വളർന്നില്ലേ? ഇനിയും അപ്പറഞ്ഞതുപോലെ ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയോ? സത്യസന്ധതയും വിശ്വസ്തതയും എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ പ്രായോഗികമാണോ? ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാത്തിറുൽ അവ്വലീൻ. അവൻ വാദിക്കുന്നത് തീർച്ചയായും ഇതൊക്കെ പഴംപുരാണമാണ്, ഇപ്പോൾ പ്രസക്തമല്ല എന്ന വാദമാണ് അവൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ ദീനിനോടുള്ള നിലപാട് ചിത്രീകരിക്കുകയാണ്. സൂറത്തുൽ മാഇദ 57-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിന്റെ ആധിപത്യം അംഗീകരിച്ച വിശ്വാസികളെ, ലാ തത്തഖിദുല്ലദീന ഇത്തഖദൂ ദീനക്കും ഹുസുവൻ വലഇബ. ദീനിനെ ഒരു കളിതമാശയായി സ്വീകരിച്ചവരെ നിങ്ങൾ സ്വീകരിക്കരുത്. ദീനിനെ ഒരു കളിതമാശയായി സ്വീകരിച്ചവരെ നിങ്ങൾ സ്വീകരിക്കരുത്. മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബലിക്കും, പൂർവ്വവേദക്കാരായ ആളുകൾ, വൽ കുഫാറ, നിഷേധികൾ, ധിക്കാരികൾ, ഔലിയാ, അത്തരം ആളുകളെ നിങ്ങളുടെ സഖാക്കളായി, നിങ്ങളുടെ ആത്മസുഹൃത്തുക്കളായി ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. വത്തഖുല്ലാഹ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പടച്ചവന്റെ നിയമങ്ങളെ സൂക്ഷിച്ചു മുന്നോട്ട് പോകണം. വഇദാ നാദൈതും ഇലസ്സലാത്ത്, നമസ്കാരത്തിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ, ഇത്തഖദൂഹാ ഹുസുവൻ വലഇബ, അതിനെ പരിഹാസ്യമാക്കി, അതിനെ കളിതമാശയാക്കി മാറ്റുന്നു അവർ. ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഖിലൂൻ, കാര്യങ്ങൾ മനസ്സിലാക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ ചിന്തിക്കാത്ത ഒരു ജനതയാണവർ. അങ്ങനെ അല്ലാഹുവിന്റെ ദീനിനെ കളിതമാശയായി സ്വീകരിച്ചവരെ നിങ്ങൾ ജീവിതത്തിൽ സുഹൃത്തുക്കളായി സ്വീകരിക്കരുത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അത്തരക്കാരുമായി കൂടുക പോലും അരുതെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ദീനിനെ കളിതമാശയായി സ്വീകരിക്കുന്നവരാണെങ്കിലോ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഇത്തഖദൂ ദീനക്കും ഹുസുവൻ വലഇബ, ദീൻ കൊണ്ട് കളിക്കുക, ദീൻ കൊണ്ട് ചിരിക്കുക, ഇത്തരം ഒരു സമീപനം നിങ്ങൾക്കുണ്ടോ? വളരെ ഗൗരവത്തിൽ പരിശോധിക്കണം. പുരോഹിതന്മാരും ഭൗതിക താൽപര്യക്കാരും എന്നും ചെയ്തുകൊണ്ടിരുന്നതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സംഗതി. ഇത്തഖദൂ ദീനക്കും ഹുസുവൻ വലഇബ, ദീൻ കൊണ്ട് കളിക്കുക, ദീനിനെ പരിഹാസപാത്രമാക്കുക, ദീനിനെ ഒരു വിനോദമാക്കി മാറ്റുക, ദീൻ കൊണ്ട് ആളുകളുടെ മുമ്പിൽ അമ്മാനമാടുക, അള്ളാഹു വെളിപ്പെടുത്തിയത് പലതും വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുക, സാധാരണ ജനങ്ങളിൽ നിന്നത് മറച്ചുവെക്കുക, ഒളിച്ചുവെക്കുക, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ മറികടക്കാൻ വേണ്ടി കൗശലങ്ങൾ കാണിക്കുക. ഇതൊക്കെയല്ലേ എല്ലാ കാലഘട്ടത്തിലും ഭൗതിക താൽപര്യക്കാരും പുരോഹിതന്മാരും ചെയ്തുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആൻ അതൊക്കെ നമ്മുടെ മുമ്പിൽ നിവർത്തിവെക്കുന്നുണ്ട്. പടച്ചവന്റെ ഗ്രന്ഥത്തിലെ മൂല്യങ്ങളെയും നിയമങ്ങളെയും മറികടക്കാൻ കൗശലം കാണിക്കും. ഇത്തഖദൂ ദീനക്കും ഹുസുവൻ വലഇബ, പടച്ചവന്റെ ദീൻ പഠിപ്പിച്ച സംസ്കാരത്തെ മറികടന്നുകൊണ്ട് സ്വാർത്ഥത്തിന്റേതായ, ആർഭാടത്തിന്റേതായ, സുഖപ്രമത്തതയുടേതായ ഒരു സ്വന്തം സംസ്കാരം നടപ്പിലാക്കിയിട്ട് ഞങ്ങൾ ദീനിന്റെ സംസ്കാരമാണ് നടപ്പിലാക്കുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും അഭിനയിക്കുകയും ചെയ്യുന്ന കൗശലങ്ങൾ, ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും നടന്നിരുന്നതാണ്. ഇസ്രായേൽ ജനതയുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ വെച്ചു അല്ലാഹു. നമുക്കറിയാമല്ലോ, ആ സമൂഹം മറികടക്കാൻ കൗശലം കാണിച്ച സമൂഹമായിരുന്നു. മൂസവി ശരീഅത്തിൽ ശനിയാഴ്ച സാബത്തായിരുന്നു. മൂസവി ശരീഅത്തിൽ ശനിയാഴ്ച ദിവസം സാബത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് മറ്റ് ലൗകിക വ്യവഹാരങ്ങളിലും വ്യാപാരങ്ങളിലും ഏർപ്പെടാൻ പാടില്ല. ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കുമായിട്ട് ഒഴിഞ്ഞുവെക്കണം, ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള ഒരു ദിനം. അങ്ങനെ നാഥൻ അവർക്ക് നിയമം നിശ്ചയിച്ചു കൊടുത്തു. ആ സമൂഹം എന്തു ചെയ്തു എന്ന് ഖുർആൻ വിശദമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരാ ദൈവിക നിയമത്തെ മറികടക്കാൻ ശ്രമിച്ചു. കാരണം അവർ ഭൗതിക പ്രമത്തരായിരുന്നു. ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകരുത്,
ശനിയാഴ്ച ദിവസം വേട്ടയാടരുത് എന്ന ശരീഅത്തിന്റെ നിയമം ലംഘിക്കാൻ അവരുടെ ഭൗതിക താൽപര്യമാണ് അവർ ധൈര്യപ്പെടുത്തിയത്. അങ്ങനെ ചില ആളുകൾ വേട്ടയ്ക്ക് പോയി. വേട്ടയ്ക്ക് പോയിട്ടോ അവരതിനെ കെണിവെച്ച് അവിടെ പിടിക്കും. പക്ഷെ അവരത് കൈകാര്യം ചെയ്യുകയോ അതെടുത്തോണ്ട് വരികയോ ചെയ്യൂല. കെണിയിൽ അങ്ങനെ ആക്കി വെക്കും. ഞായറാഴ്ച പോയിട്ട് അതിനെ ശരിപ്പെടുത്തും. ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകാതെ പക്ഷേ ചിറകെട്ടി നിർത്തിയിട്ട് പിറ്റേന്ന് പോയിട്ട് മീൻ പിടിക്കും. ആരാണ് ഇവിടെ തോറ്റത്? പടച്ചവനെ തോൽപ്പിക്കുകയാണ്. ഇത്തഖദൂ ദീനക്കും ഹുസുവൻ വലഇബ. ദീനിനെ ഒരു കളിതമാശയാക്കി മാറ്റുക. അതിനനുകൂലമായിട്ട് ധാരാളം ആളുകൾ. വിശുദ്ധ ഖുർആൻ അഅറാഫ് സൂറത്തിൽ പറഞ്ഞല്ലോ, ആ സമൂഹം ഏറ്റവും വലിയ ധിക്കാരം കാണിച്ചപ്പോൾ സമൂഹം മൂന്നായിട്ട് വിഭജിക്കപ്പെട്ടു. ഒരു വിഭാഗം ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾ, ഒരു വിഭാഗം തെറ്റിനെ കയ്യും കെട്ടി നോക്കി നിന്ന ആളുകൾ, നിസ്സംഗരായി നിന്ന ആളുകൾ. എന്തിനാ നമ്മളവരെ ഉപദേശിക്കാൻ പോകുന്നത്? പടച്ചവൻ നശിപ്പിക്കാൻ പോകുന്ന വിഭാഗമല്ലേ എന്ന ഒരു നിഷ്ക്രിയത്വം, നിസ്സംഗത, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന നിസ്സംഗത. മൂന്നാമത്തെ വിഭാഗം അവർ പറഞ്ഞു, അല്ലാഹുവിങ്കൽ നമുക്ക് മറുപടി പറയണ്ടേ, അതുകൊണ്ട് ഈ ധിക്കാരത്തിനെതിരെ നമ്മൾ പ്രതികരിക്കണം, അവരെ ഉത്ബോധിപ്പിക്കണം, അവരെ ശരിയായ ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, അതാണ് നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ തിന്മയ്ക്കെതിരിൽ പ്രവർത്തിച്ച ഒരു ചെറിയ വിഭാഗം. ആ വിഭാഗം ഒഴികെ മറ്റെല്ലാവരും ശിക്ഷിക്കപ്പെട്ടു എന്നും ചരിത്രത്തിലെ ഏറ്റവും അസാധാരണമായ ശിക്ഷ അവർക്ക് നേരിടേണ്ടി വന്നുവെന്നും ഖുർആൻ പറയുന്നു. വലഖദ് അലിംതുമുല്ലദീന അഅ്തദൂ മിൻകും ഫിസ്സബത് ഫഖുൽനാ ലഹും കൂനൂ ഖിറദത്തൻ ഖാസിഈൻ. നിന്ദ്യരായ കുരങ്ങുകളായി മാറുക, ഇതായിരുന്നു അല്ലാഹു അവർക്ക് നൽകിയ ശിക്ഷ. മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു, അവർക്ക് നരന്റെ മനസ്സ് നിലനിർത്തിയതോടൊപ്പം വാനരന്റെ ശരീരം അല്ലാഹു കൊടുത്തു. അവരുടെ ശരീരം കുരങ്ങുകളുടെ ശരീരമാക്കി മാറ്റി, മനുഷ്യന്റെ മനസ്സ് നിലനിർത്തുകയും ചെയ്തു. ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇദത്തൻ ലിൽമുത്തഖീൻ. അത് ആ കാലക്കാർക്കൊരു പാഠമായിട്ട് വിവരിക്കുന്നു, പിൽക്കാലക്കാർക്കൊരു പാഠമായിട്ട് വിവരിക്കുന്നു. വമൗഇദത്തൻ ലിൽമുത്തഖീൻ, പടച്ചവന്റെ നിയമങ്ങൾ സൂക്ഷ്മതയോടുകൂടി പാലിക്കുന്ന മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മൗഇദത്തായി, സതുപദേശമായി അല്ലാഹു ഇത് വിവരിക്കുകയാണ് എന്ന് ഖുർആൻ പറയുകയുണ്ടായി. പടച്ചവന്റെ നിയമങ്ങളെ മറികടക്കാനുള്ള കൗശലങ്ങൾ കാണിച്ച സമൂഹം അസാധാരണമായി ശിക്ഷിക്കപ്പെട്ടു എന്ന് ഖുർആൻ പറയുകയാണ്. പുരുഷധനം കൊടുത്തുകൊണ്ട് ഒരു സ്ത്രീ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന മഹിതമായ വൈവാഹിക സംസ്കാരം ഇസ്ലാം പഠിപ്പിച്ചു. അതിനു പകരം സ്ത്രീധനത്തിൻ്റെതായ, ആർഭാടത്തിൻ്റെതായ, ചൂഷണത്തിൻ്റെതായ ഒരു പുതിയ വൈവാഹിക സംസ്കാരം നമ്മൾ സ്വീകരിച്ചു. അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്കാരത്തെ അട്ടിമറിച്ചു. എന്നാൽ മഹർ കൊടുത്തുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ പരിഗണിക്കുന്നുണ്ട് എന്നും വരുത്തി. ഇതല്ല ഇസ്രായേലിയാത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിൽ ഫളായിലു സ്വലാത്ത് പോലെ ഫളായിലു സക്കാത്തുണ്ട്. നമസ്കാരത്തിന്റെ പോരിഷകൾ പറയുന്നത് പോലെ സക്കാത്തിന്റെ മഹത്വങ്ങൾ. പക്ഷേ ഫളായിലു സക്കാത്ത് ആർക്കും അറിഞ്ഞുകൂടാ. സക്കാത്തിന്റെ മഹത്വങ്ങൾ പണ്ഡിതന്മാർ മറച്ചുവെച്ചു, നമസ്കാരത്തിന്റെ മഹത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഇസ്ലാമിന്റെ മേൽപ്പുരയെന്ന് പറഞ്ഞ ജിഹാദിനെ സംബന്ധിച്ച് മൗനം പാലിച്ചു കാലങ്ങളോളം. വിശദീകരിക്കുന്നില്ല. ഓരോ മേഖലയിലും സത്യവിശ്വാസികളുടെ സമാജം, അവർക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിത പുരോഹിതന്മാർ സംഘടനാ നേതൃത്വങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ബനൂ ഇസ്രായേലിന്റെ ചരിത്രം നിരത്തിവെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇത്തഖദൂ ദീനക്കും ഹുസുവൻ വലഇബ. കളിതമാശയാക്കിയ ഒരു ജീവിതത്തെ മാറ്റി. സാബത്ത് നാളിനെ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കാതിരുന്ന ആ സമൂഹം അള്ളാഹുവിന്റെ അസാധാരണമായ ശിക്ഷയ്ക്ക് വിധേയമായി എന്നത് ഖുർആൻ വിശ്വാസി സമാജത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ അവർക്കുമുണ്ട് ദീനിൽ ചില ചിഹ്നങ്ങൾ. മുഹമ്മദീയ സമൂഹത്തിന്, മൂസാ നബിയുടെ സമൂഹത്തിനുണ്ടായിരുന്ന പോലെ ചില ചിഹ്നങ്ങളുണ്ട്. അവരുടെ സാബത്ത് നാളിലേതുപോലെ മറ്റെല്ലാ ലൗകിക വ്യാപാരങ്ങളും നിർത്തിവെച്ചുകൊണ്ട് ആരാധനാകാര്യങ്ങളിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞില്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നമാണ്.
ആ വെള്ളിയാഴ്ച ജുമുഅയെ എങ്ങനെ നിങ്ങൾ സ്വീകരിക്കണം എന്നതിലേക്ക് കൂടി അവിടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അല്ലാഹുവിന്റെ ആധിപത്യം അംഗീകരിച്ചവരെ, വിശ്വാസികളെ, വെള്ളിയാഴ്ച ജുമുഅയിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ, വിളിക്കപ്പെട്ടാൽ എന്തായിരിക്കണം നിങ്ങളുടെ സമീപനം? ഫസ്ഉ, സഅയ് ആയിരിക്കണം. ഖുർആൻ പഠിപ്പിക്കുകയാണ്, സഅയ് ആയിരിക്കണം. ഹജ്ജിന് പോയ ആളുകൾക്കറിയാം എന്താണ് സഅയ്. സഫാ മർവകൾക്കിടയിലുള്ള, മലകൾക്കിടയിലുള്ള ഓട്ടമാണ്, അല്ലെങ്കിൽ വളരെ വേഗത്തിലുള്ള നടത്തമാണ്. സഅയ് എന്ന് പറഞ്ഞാൽ സാവകാശമല്ല. സഅയ് എന്ന് പറഞ്ഞാൽ നിശ്ചലാവസ്ഥയല്ല, ഓടലാണ്, അല്ലെങ്കിൽ വളരെ ധൃതിപ്പെട്ട് നടക്കലാണ്. ഫസ്ഉ ഇലാ ദിക്രില്ലാ, വെള്ളിയാഴ്ച ജുമുഅക്ക് വിളിക്കപ്പെട്ടാൽ പിന്നെ ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം? ആ ദിക്റുള്ളയിലേക്ക്, അള്ളാഹുവിനുള്ള സ്മരണയിലേക്ക് ഓടിയെടുക്കാനുള്ള ഒരു മനസ്സായിരിക്കണം അയാൾക്ക്, അവളിൽ ഉണ്ടായിരിക്കേണ്ടത്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മുടെ സമീപനം എന്താണ്? ഒരു ഉദാഹരണത്തിന് വേണ്ടി സൂചിപ്പിച്ചതാണ്. ഫസ്ഉ ഇലാ ദിക്രില്ലാ. 12:30 ഖത്തീബ് മിമ്പറിൽ കയറുന്നത്. 12:30. 12:30 ജുമുഅക്ക് വിശ്വാസികൾ എപ്പോൾ ഹാജരാവാം? നമുക്കറിയാം, പ്രവാചക ചര്യ എന്ന് പറയുന്ന നേരത്തെ ചൊല്ലലാണ്. കുളിച്ചൊരുങ്ങി, പറ്റുമെങ്കിൽ ഏറ്റവും നല്ല, ഉള്ളതിലേറ്റവും നല്ല വസ്ത്രം ധരിച്ച്, സുഗന്ധം പൂശി, വളരെ ഉയർന്ന ഒരു മനസ്സോടുകൂടി മുസ്ലിങ്ങളുടെ ഈ പ്രാദേശിക സമ്മേളനത്തിന് ഹാജരാവലാണ് പ്രവാചക ചര്യ. നമ്മൾ പലപ്പോഴും അത് ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലേക്ക് മാറ്റിവെക്കും. നമ്മളൊരു യോഗം കൂടുമെന്ന് സങ്കല്പിക്കും. വളരെ പ്രസക്തമായിട്ടുള്ള യോഗങ്ങളായിരിക്കും, ചർച്ചകളായിരിക്കും, സമ്മേളനങ്ങളായിരിക്കും. 12:30 തുടങ്ങുന്നെങ്കിൽ ഒരു 12:25 വരെ അധ്യക്ഷൻ ആ യോഗം നീട്ടിക്കൊണ്ടുപോകും. എന്താണ് ഇതിനർത്ഥം? ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടി സൂചിപ്പിക്കുകയല്ല, നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കാൻ വേണ്ടിയാണ്. വലിയ വലിയ ആശയങ്ങൾ പറഞ്ഞു പോകുന്നതല്ലല്ലോ കാര്യം. നടപ്പിലാക്കാവുന്ന ഏറ്റവും ലളിതമായ വിഷയങ്ങളിൽ പോലും അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നത്, ബനൂ ഇസ്രായേലിന്റെ ചരിത്രം, അവർ സാബത്ത് നാളിനോട് സ്വീകരിച്ച നിഷേധ സമീപനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആ സമൂഹത്തിന്റെ ചരിത്രം നിവർത്തിവെച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച വിളിക്കപ്പെട്ടാൽ എന്നാണല്ലോ. അപ്പൊ വെള്ളിയാഴ്ച ബാങ്ക് കേട്ടാൽ പിന്നെ പുറപ്പെടാന്ന ഒരാളും അങ്ങനെ അതിനെ തഫ്സീർ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ ബാങ്ക് വിളിച്ചാലെന്നല്ല, അത് ഖുർആന്റെ ശൈലിയാണ്, വിശുദ്ധ ഖുർആന്റെ ശൈലിയാണ്. പ്രവാചകൻ നടപ്പിലാക്കിയ രീതിയും നമ്മൾ പരിശോധിക്കണം. ഖുർആനിൽ അതുപോലെ വേറെയും ഉദാഹരണങ്ങളുണ്ട്. ഇദാ കുന്തും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. ഉദാഹരണം, ഇദാ കുന്തും ഇലസ്സലാത്ത്, നമസ്കാരത്തിനായിട്ട് നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ, ഇദാ കുന്തും, കാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്നർത്ഥം. നിസ്കാരത്തിന് നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖം കഴുകണം, കൈ കഴുകണം, കാല് കഴുകണം, ഒതുകൊടുക്കണം. നിന്നിട്ടാ ഒതുകൊടുക്കല്? നിസ്കാരത്തിന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഒതുകൊടുക്കല്? അല്ലല്ലോ. നമസ്കാരത്തിന് നിങ്ങൾ ഉദ്ദേശിച്ചാലെന്നർത്ഥം. ഇദാ കുന്തും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. പ്രിയമുള്ളവർ, ഇതുപോലെയാണ് ഈ പറഞ്ഞത്, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി ഒരുങ്ങണം, അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തണം, അതിന് നേരത്തെ പുറപ്പെടണം. പള്ളിയിൽ കഴിയുന്നത് നേരത്തെ വന്നിരുന്നിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും തഹിയ്യത്തുൽ മസ്ജിദ് നിർവഹിക്കുകയും ഒക്കെ ചെയ്യണം. ഇതായിരിക്കണം വിശ്വാസികളുടെ ശൈലി. അവസാന നിമിഷത്തിലേക്ക് വെച്ചുകൊണ്ട് ഒരു വലിയ ഒരു ബിസിനസ് മാനേജ്മെന്റ് വിദഗ്ധൻ, അദ്ദേഹത്തിന്റെ സമയത്തിന്റെ വില നമുക്കറിയാം. നമ്മുടെ ചില ആളുകളൊക്കെ ചില സമയങ്ങളിൽ പറയുന്നതായിട്ട് അത്ഭുതം തോന്നും. അദ്ദേഹത്തിന്റെ സമയം വളരെ വിലപ്പെട്ട സമയമാണ്. കാരണം അദ്ദേഹം ഒരുപാട് ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരു വലിയ വ്യവസായിയാണ്. എന്തുകൊണ്ടാണ് ഒരു പ്രബോധകനായ പണ്ഡിതന്റെ സമയത്തിന് നമ്മൾ ആ വില കൽപ്പിക്കാത്തത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഏറ്റവും ചെറിയ ഒരു വിഷയത്തിൽ പോലും നമ്മുടെ സമീപനങ്ങളും നമ്മുടെ നിലപാടുകളും അള്ളാഹുവിന്റെ ദീനിനെ പരിഗണിക്കുന്ന നിലപാടാണോ എന്ന് വളരെ ഗൗരവത്തിൽ പരിശോധിക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ ദീനിനെ കളിതമാശയാക്കിയെടുത്താൽ അവസാനം സംഭവിക്കാനിരിക്കുന്ന ഒരു രംഗം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നാളെ പരലോകത്തൊരു രംഗമുണ്ടാകും.
നരകവാസികളും സ്വർഗവാസികളും. അവർ പരസ്പരം അഭിമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വർഗവാസികൾ നരകത്തിലെ യാതനകൾ കാണുന്നുണ്ട്, നരകവാസികൾ സ്വർഗത്തിലെ സുഖങ്ങളും അനുഭവങ്ങളും കാണുന്നുണ്ട്. ആ സന്ദർഭത്തിൽ സ്വർഗവാസികളോട് നരകവാസികളുടെ യാചന, വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന, സ്വർഗവാസികളോട് അവർ വിളിച്ചു ചോദിക്കും, അന്നഫീലു അലൈനാ മിനൽ മാ, നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് തരാമോ, ഒരു തുള്ളി വെള്ളം, ഒരൽപ്പം വെള്ളമൊഴിച്ചു തരാമോ എന്നവർ ചോദിക്കും, യാചിക്കും. ഔ മിമ്മാ റസഖക്കുമുല്ലാഹ്, പടച്ചവൻ തന്ന ആഹാരത്തിൽ നിന്ന് ഒരു പിടി ആഹാരം ഞങ്ങൾക്ക് തരാമോ. ആ സന്ദർഭത്തിൽ അവരുടെ പ്രതികരണം, ഖാലു ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, ധിക്കാരവും നിഷേധവും കാണിച്ച് ജീവിച്ചവർക്ക് ഇത് രണ്ടും ഹറാമാണ്, അല്ലാഹ് അത് വിലക്കിയിരിക്കുകയാണ്. എന്തായിരുന്നു ഇവരുടെ പ്രത്യേകത? അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹുവൻ വലഇബ, അവർ തങ്ങളുടെ ദീനിനെ കളിതമാശയാക്കി മാറ്റിയവരായിരുന്നു. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവാണ് അവരെ വഞ്ചിച്ചു കളഞ്ഞത്. അപ്പൊ അതാണ് കാരണം. എന്തുകൊണ്ട് ദീനിനോട് ഇത്തരമൊരു നിലപാടെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഭൗതിക പ്രമത്തതയാണ്. ദുനിയാവിന്റെ സൗകര്യങ്ങളോടുള്ള അടങ്ങാത്ത അഭിനിവേശമായിരുന്നു കാരണം. അതുകൊണ്ട് അവരോട് പറയപ്പെടുമെന്ന് ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, നിങ്ങൾ അന്ന് ആ ഉത്ബോധനങ്ങളെ നമ്മെ അവഗണിച്ചതുപോലെ ഇന്ന് നിങ്ങളെ നാം അവഗണിക്കുകയാണ്. നസിയൻസ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ് സാധാരണ അർത്ഥം പറയാറ്. മറന്നു എന്നല്ല, അള്ളാഹുവിനെ മറവി എന്ന് പറയുന്നത് അസംഭവ്യമാണല്ലോ. വിസ്മൃതി എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. അതുകൊണ്ട് ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, അന്ന് നിങ്ങൾ അതിനെയൊക്കെ അവഗണിച്ചതുപോലെ, ദീനിനെ അവഗണിച്ചതുപോലെ ഇന്ന് നിങ്ങളുടെ കാര്യം നാം അവഗണിക്കുകയാണ്. ഒമാ കാനൂ ബി ആയാത്തിനാ യജ്ഹദൂൻ എന്ന് സൂറത്തുൽ അറാഫിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. ദീനിനോടുള്ള നിലപാട് പുനഃപരിശോധിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പടച്ചവരെയും പ്രവാചകനെയും മറികടക്കുന്ന, ഓവർടേക്ക് ചെയ്യുന്ന ഒരു സമീപനം ഒരിക്കലും സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ബോധപൂർവം സംഭവിച്ചുകൂടാ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും പ്രവാചകനെയും മുൻകടക്കരുത്, നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത് അള്ളാഹുവിന്റെ നിയമങ്ങളെ, പ്രവാചകന്റെ നിർദ്ദേശങ്ങളെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി, മനസ്സിലാക്കുന്ന ശരികളെ ജീവിതത്തിന്റെ പ്രായോഗികമായ അനുഭവങ്ങളാക്കി മാറ്റാനുള്ള തൗഫീഖ് തന്ന് പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകും.